രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോണിൽ. ശ്രീ രാഹുൽ ഈശ്വർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മുഷ്ടി ചുരുട്ടിയുള്ള ശരണം വിളി, അത് കാണുമ്പോൾ തന്നെ തനിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് വിശദീകരിക്കുകയാണ് മാതൃഭൂമി ന്യൂസിനോട്. ഈ ഖേദപ്രകടനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ ആ ഖേദപ്രകടനത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം ആ ഖേദപ്രകടനം നടത്താൻ കാണിച്ച പോസിറ്റീവ് മൈൻഡിനെ അല്ലെങ്കിൽ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു. മുഷ്ടി ചുരുട്ടി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ പവിത്രമായി വിശ്വാസത്തോടെ ദൈവീക ഭക്തിയോടെ വിളിക്കുന്ന സ്വാമിയെ ശരണോപ്പയാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ വിളിക്കുന്ന കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ സ്വരമോ ധ്വനിയോ വരുന്നത് ഒരു പക്ഷെ നല്ലതല്ല. അത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പോലും ഇതിന് ദുഃഖം തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഖേദപ്രകടനം നടത്തിയത് വളരെ പോസിറ്റീവാണ്. അതിനെ സ്വീകരിക്കുന്നു. വിശ്വാസികളോട് പുതിയൊരു ചാപ്റ്റർ, പുതിയൊരു അധ്യായം തുറക്കാനാണ് CPM ആഗ്രഹിക്കുന്നെങ്കിൽ അത് വളരെ നല്ലൊരു സ്റ്റെപ്പാണ്. കാര്യം വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. NSSലെ സുകുമാരൻ നായർ സാർ പറഞ്ഞതാണ് എല്ലാ വിശ്വാസികളുടെയും നിലപാട്. കാര്യം ആദ്യം മുതലേ NSS ഒക്കെയാണ് ഇതിനു വേണ്ടി പോരാടുന്നത്, നിലപാട് മാറ്റാതെ. അതുകൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയെങ്കിലും വിശ്വാസത്തോട് കുറെ കൂടെ സെൻസിറ്റീവായി വേണം. പ്രശാന്ത് സാറിനോട് വളരെ താഴ്മയെ അപേക്ഷിക്കാനുള്ള ഇപ്പോഴും ഒരു കാര്യം, ശബരിമല സ്ത്രീ പ്രവേശനമല്ല, ശബരിമല യുവതി പ്രവേശനമാണ് കേസ്. അതുകൊണ്ട് ആ യുവതി പ്രവേശനത്തിന്റെ വിഷയത്തിൽ ഇന്ന് ഭക്തർക്ക് അനുകൂലമാണ് ഇന്ത്യ മുഴുവൻ. സുപ്രീം കോടതി പോലും ആ വിഷയത്തിലും ഇതേപോലെ പോസിറ്റീവ് നിലപാടുകൾ എടുക്കണം. കൂടുതൽ ശക്തമായി കടകംപള്ളി സുരേന്ദ്രൻ സാർ എടുത്തു പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. സുപ്രീം കോടതി വിധിയെ വിമർശിക്കുന്നതിൽ യാതൊരു നിയമവിരുദ്ധതയുമില്ല. വിധിയെ വിമർശിക്കാം, സുപ്രീം കോടതിയെ വിമർശിക്കാതിരുന്നാൽ മതി. കടകംപള്ളി സാറ് ഈ പ്രത്യേക ദിവസം അദ്ദേഹം ദേവസ്വം മന്ത്രി കൂടെ ആയിരുന്നു, ഓർക്കണം. അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ശബരിമല സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്നും അത് മാതൃഭൂമിയിൽ തന്നെയാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് അത്തരത്തിൽ ആർജവമുള്ള നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് വരണം. മുമ്പ് അവർ യുവതി പ്രവേശന വിഷയം തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാതെയാണ് ഈ നിലപാടെടുത്തതെന്ന് പറയണം. പ്രമുഖ ഹിന്ദു സംഘടനകളായ പക്ഷേ ഇപ്പോൾ ഈ യുവതി പ്രവേശനത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നത്തെ PS പ്രശാന്തിന്റെ പ്രതികരണത്തിൽ തന്നെയുണ്ട്, യുവതി പ്രവേശനത്തെ പ്രക്ഷോഭങ്ങളിൽ കോപ്രായങ്ങൾ കാട്ടിയവരാണ്, പലവിധ കോപ്രായങ്ങൾ കാട്ടിയവരാണ് ഇപ്പോൾ തന്നെ വിമർശിക്കുന്നത്. ഇപ്പോൾ ഇടത് സർക്കാരുകൾ വരുമ്പോൾ, ഇപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി G സുധാകരനാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അങ്ങനെ മന്ത്രിമാർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അയ്യപ്പനൊന്ന് തൊഴുകുന്ന പോലുമില്ല, അവർ നിസ്സംഗരായി മാറി നിൽക്കുക എന്ന വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുത്തൽ സംഭവിക്കുന്നു എന്ന് തോന്നലുണ്ടോ ഈ ഖേദപ്രകടനത്തിൽ? അങ്ങനെ ഒരു തോന്നൽ ഫീൽ ചെയ്യുന്നു. കാര്യം വേറൊന്നും കൊണ്ടല്ല, അത് ശ്രീ പ്രശാന്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. സുധാകരൻ സാർ പണ്ടേ ശബരിമലയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് പറയുന്നു. കടകംപള്ളി സുരേന്ദ്രൻജി വളരെ ശക്തമായി ബാക്കി ഒരു പാർട്ടിക്കാരും പറയാത്ത രീതിയിൽ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് പറയുന്നു. അത് ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ്, ഒരു MLA മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി പറയുന്നതിന് വെയിറ്റേജ് കൂടുതലാണ്. ഞാനൊക്കെ വർഷങ്ങളായിട്ട് പറയുകയാണ്, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. പക്ഷേ ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവും മുൻ ദേവസ്വം മന്ത്രിയും സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു, അത് 4-1 എന്ന 5-അംഗ ബെഞ്ചിന്റെ വിധി തെറ്റായിരുന്നു എന്ന് പറയുന്നത് വലിയൊരു സ്റ്റെപ്പാണ്. അപ്പൊ CPM വിശ്വാസികളോട് കൂടുതൽ അടുക്കുകയാണ്, ഹിന്ദു വിശ്വാസികളോട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാര്യം ഈ വിഷയത്തിൽ ഞങ്ങൾക്കാർക്കും കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. NSS SNDP എടുക്കുന്ന നിലപാട് എന്താണ്? ഏറ്റവും കൂടുതൽ NSS അല്ലേ CPM-നോട് ഈ വിഷയത്തിൽ ഉടക്കി നിന്നത്. അപ്പോൾ NSS അടക്കം ഒരു പോസിറ്റീവ് നിലപാട് എടുക്കുന്നുവെങ്കിൽ അത് പുതിയൊരു ചാപ്റ്റർ CPM വിശ്വാസികളായി തുറക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണ് വേണ്ടത്.